നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യുവജനങ്ങളിൽ ഇപ്പോൾ സ്ട്രോക്ക് കൂടി വരുന്നൊരു സാഹചര്യമാണുള്ളത്. ഇതെങ്ങനെ തടയാം, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, ചികിത്സ എന്ത് എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ദിലീപ് രാമചന്ദ്രനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, നമ്മൾ ചെറുപ്പക്കാരിൽ ഇപ്പോൾ സ്ട്രോക്ക് കൂടി വരുന്നതായി കാണുന്നു. ആ വിഷയമാണ് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? അത് പറഞ്ഞുകൊണ്ട് തന്നെ ഹലോ ഡോക്ടർ ആരംഭിക്കാം. ചെറുപ്പക്കാർ, അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള ചെറുപ്പക്കാരുടെ ഒരു ബിംബം എന്ന് പറഞ്ഞാൽ വളരെ 20, 30, 40 അങ്ങനെയാണല്ലോ. പക്ഷേ ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ ഈ പക്ഷാഘാതം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ 50, 55 വയസ്സിൽ താഴെ വരുന്ന, ആ പ്രായത്തിൽ താഴെ വരുന്ന ഏത് സ്ട്രോക്കുകളെയും നമ്മൾ ഈ യങ് സ്ട്രോക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ വരുന്ന സ്ട്രോക്ക് എന്ന് കണക്ക് കൂട്ടാറുണ്ട്. അതിൻ്റെ കാരണം ഈ 55 അതിന് വയസ്സിന് ശേഷമാണ് നമ്മുടെ ഷുഗർ, BP, കൊളസ്ട്രോൾ തുടങ്ങിയ ട്രഡീഷണൽ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് വരുന്ന പ്രായം. പൊതുവേ അത് കാരണം പ്രായമല്ല, 55 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷമാണ് സാധാരണയായി പക്ഷാഘാതങ്ങൾ കൂടുതൽ വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഈ 55 വയസ്സിൽ താഴെയുള്ള സ്ട്രോക്കുകളെ എണ്ണം വളരെയധികം വർധനവ് വന്നിട്ടുണ്ട്. അത് ലോകത്തായാലും ഇന്ത്യയിലായാലും ഈവൻ കേരളത്തിലായാലും 55 വയസ്സിൽ താഴെ വരുന്ന സ്ട്രോക്കുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഷുഗർ, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഡിസ്ലൈപ്പിഡീമിയ, അമിതവണ്ണം, ദുശീലങ്ങൾ, ഉദാഹരണം പുകവലി, തുടങ്ങിയ ഈ 5 അപകടകരമായ റിസ്ക് ഫാക്ടേഴ്സ് പണ്ടെല്ലാം പ്രായമായവരിലായിരുന്നു കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ പക്ഷേ അത് ചെറുപ്പക്കാരിലും ഈ 55 വയസ്സിൽ താഴെയുള്ള പോപ്പുലേഷനിലും ഈ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ഈ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. റിസ്ക് ഫാക്ടേഴ്സ് മാത്രമല്ല, ഉണ്ടെന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൺട്രോളും, ഉദാഹരണത്തിന് പ്രമേഹം അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ കൺട്രോൾ എത്ര നല്ല രീതിയിലാണ് നമ്മൾ അതിനെ നിയന്ത്രിക്കുന്നത് എന്നതും ഈ സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുന്ന ഒരു പ്രധാന ഫാക്ടറുകളാണ്. ഈ ട്രഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് അല്ലാതെയുള്ള ചില വിരളമായ കാരണങ്ങളും ചെറുപ്പക്കാരിൽ സ്ട്രോക്കിലേക്ക് നയിക്കാറുണ്ട്. ഉദാഹരണം, സാധാരണ പ്രായമായവരിൽ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞിട്ടാണ് രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുന്നതെങ്കിൽ ചെറുപ്പമായ 45 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് പൊതുവേ ഈ രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ വീക്കം പോലെ സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള വീക്കത്തിൽ ഒരു കാരണമാണ് ഡിസെക്ഷൻ എന്ന് പറയുന്ന ഒരു രോഗം. രണ്ടാമത്തെ കാരണം വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന രോഗം. ഇതെല്ലാം രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ വീക്കം ഉണ്ടാവുകയും രക്തയോട്ടക്കുറവുകൾ ഉണ്ടാവുകയും സ്ട്രോക്ക് ഉണ്ടാവുകയും ചെയ്യാം. 2, ഹൃദയത്തിൻ്റെ പ്രത്യേകമായ ചില അസുഖങ്ങൾ, അതായത് ഹൃദയത്തിൻ്റെ ഭിത്തിയിലുള്ള ചെറിയ ഹോളുകൾ, അതിനെ നമ്മൾ പേറ്റൻറ്റ് ഫൊറാമൻ ഒവെയിൽ എന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. അതല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ വാൽവിനുള്ള ചുരുക്കങ്ങൾ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാരണവും ചെറുപ്പക്കാരിൽ ഈ 55 വയസ്സിൽ താഴെയുള്ള രോഗികളിൽ സ്ട്രോക്കിന് കാരണമായേക്കാം. 3, ഈ രക്തത്തിൻ്റെ ബുദ്ധിമുട്ട്, രക്തം കട്ടിപിടിക്കുന്നത് ചില ആൾക്കാരിൽ വളരെ അധികം പ്രോണായിരിക്കും, അവർ കൂടുതലായി രക്തം കട്ടപിടിക്കാൻ സാധ്യതയുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ത്രോംബോഫീലിയ അല്ലെങ്കിൽ APLA തുടങ്ങിയ അസുഖങ്ങളും ഇതേപോലെ ചെറുപ്പക്കാരിൽ സ്ട്രോക്കുകൾ ഉണ്ടാക്കാൻ കാരണമായിരിക്കും. പിന്നെ വളരെ വിരളമായി ജനിതകമായുള്ള അസുഖങ്ങളും സ്ട്രോക്കിലേക്ക് നയിച്ചേക്കാം. അപ്പം ഈ കാരണങ്ങൾ, ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ, സാധാരണയായിട്ടുള്ള കാരണങ്ങൾ ഈ കൊഴുപ്പടിയുന്ന നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന ഷുഗർ, BP, നമ്മുടെ കൊളസ്ട്രോൾ, അമിതവണ്ണം, പുകവലി, ഇതാണ് ഏറ്റവും കാരണമായി പറയപ്പെടുന്നത്. എങ്കിലും വിരളമായുള്ള കാരണം ഞാൻ പറഞ്ഞപ്പോൾ രക്തക്കുഴലിലെ വീക്കമോ ഹൃദയത്തിൻ്റെ പ്രോബ്ലംസോ അല്ലെങ്കിൽ രക്തത്തിന് കട്ടിപിടിക്കാനുള്ള പ്രോബ്ലംസോ സ്ട്രോക്കിലേക്ക് നയിച്ചേക്കാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വ്യത്യസ്ത രോഗങ്ങൾ, ഇപ്പോൾ ജനിതകപരമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ട്രോക്ക് വരാം, അതല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴും സ്ട്രോക്ക് വരാം. അപ്പോൾ ഈ ജീവിതശൈലി നമ്മുടെ ഈ ഒരു പല അസുഖങ്ങൾക്കും ഒരു കാരണമല്ലേ? ഇപ്പോൾ ജീവിതശൈലി, നമ്മുടെ ഓരോ രീതികളും ഇത്തരത്തിലൊരു അസുഖത്തിന് കാരണമാവുന്നില്ലേ? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഷുഗറോ, BPയോ, കൊളസ്ട്രോളോ, അമിതവണ്ണമോ, ഇതെല്ലാം ജീവിതശൈലിയുമായി ചുറ്റുപിണഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉദാഹരണം, നമ്മൾ വ്യായാമ ഇല്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക രീതിയിലുള്ള ആഹാര രീതി, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള സ്ട്രെസ്സ്, ഇതെല്ലാം നമ്മുടെ ആ ഷുഗർ, BP, കൊളസ്ട്രോൾ തുടങ്ങിയവയെ വ്യതിയാനം വരുത്തുകയും പുകവലി കാരണവും രക്തക്കുഴലിലുള്ള ഭിത്തികൾക്ക് വ്യതിയാനം വരുത്തും. ഇതെല്ലാം സ്ട്രോക്കിലേക്ക് നയിക്കുക. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ പോലെ ഈ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളും നമ്മുടെ കയ്യിൽ തന്നെയുള്ള പല പല കാരണങ്ങൾ ഇതിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുകയാണ്.
ഡോക്ടർ, അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു അസുഖത്തെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ആരൊക്കെയാണ് എന്ന് ഉദ്ദേശിച്ചത്, ഇപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാരുണ്ടാകാം. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് പറയുന്നൊരു കാര്യമാണ് കോവിഡിന് ശേഷം പല അസുഖങ്ങളും കൂടുതലാണ് എന്നത്. അപ്പോൾ ഈ കോവിഡിന് ശേഷം ഈ ഒരു സ്ട്രോക്ക് എന്ന അസുഖം കൂടുതലായി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? കോവിഡിന് ശേഷം സ്ട്രോക്കിൻ്റെ എണ്ണത്തിൽ അങ്ങനെ ഗണ്യമായ വർധന കോവിഡ് സമയത്ത് ചില പ്രത്യേക ഫാക്ടേഴ്സ് കാരണം കോവിഡ് വന്ന രോഗികളിൽ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കാരണം സ്ട്രോക്ക് വന്നിരുന്നെങ്കിലും ഇങ്ങനെ കോവിഡിന് ശേഷം സ്ട്രോക്കിൻ്റെ എണ്ണം ഗണ്യമായി കൂടി അങ്ങനെ നമുക്ക് ലേബൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കോവിഡിന് മുമ്പും ശേഷവും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ റിസ്ക് ഫാക്ടേഴ്സ്, ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം എത്ര രീതിയിൽ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടോ അത്രയും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് വളരെ കൂടുതലായിരിക്കും. ആർക്കാണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലെന്നുള്ളത് നമ്മൾ കണക്കുകൾ പറയുന്നത് 4-ൽ ഒരാൾക്ക് അല്ലെങ്കിൽ 4-ഓ 5-ഓ പേരിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പം പൊതുവേ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്കാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലായി ഈ ജീവിതശൈലി രോഗങ്ങളെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ ഇപ്പം ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിൽ 90 താഴെയോ, ആഹാരത്തിന് ശേഷമുള്ളതാണെങ്കിൽ ഒരു 140-180 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനും, BP ഉള്ളവർ അത് സിസ്റ്റോളിക് BP മുകളിലുള്ള BP ഒരു 130 താഴെയുള്ള BP ഒരു 80 താഴെയും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുകയോ, കൊളസ്ട്രോൾ ഉള്ളവർ ആ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് LDL കൊളസ്ട്രോൾ ഒരു 100-ൽ ഏറ്റവും അഭികാമ്യം 70 താഴെയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാരാണ്. അല്ലാത്ത ആൾക്കാർക്കും സ്ട്രോക്ക് വന്നുകൂടായികയില്ല, പക്ഷേ മറ്റവർക്കാണ് സാധ്യത വളരെ കൂടുതൽ. ഡോക്ടർ, ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇവർക്ക് ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? രണ്ട് ജെൻഡറിനും വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത. അതെങ്ങനെയാണ്? കൂടുതൽ സ്ട്രോക്കുകൾ വരുന്നത് പുരുഷന്മാരിലാണ്. കാരണം നേരത്തെ പറഞ്ഞ ദുശീലങ്ങൾ കൂടുതൽ പുരുഷന്മാരിലാണ്. പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ കൂടുതൽ പുരുഷന്മാരിലാണ് കാണുന്നത്. ഷുഗറും BP-യും കൊളസ്ട്രോൾ തുടങ്ങിയുള്ള ജീവിതശൈലി രോഗങ്ങളും കൂടുതൽ പുരുഷന്മാരിലാണ് കാണുന്നത്. അപ്പോൾ പൊതുവേ മിക്കവാറും നമ്മൾ സ്ട്രോക്കിൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ രക്തയോട്ട കുറവ് കൊണ്ടുണ്ടായ സ്ട്രോക്ക് ആണെങ്കിലും ബ്ലീഡിങ് കൊണ്ടുണ്ടായ സ്ട്രോക്കുകളാണെങ്കിലും പൊതുവേ പുരുഷന്മാരിലാണ് കൂടുതൽ. വേറെ ചില പ്രത്യേകതരം സ്ട്രോക്കുകളുണ്ട്. ഇപ്പം വെയിനുകൾക്കുള്ളിൽ രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന സ്ട്രോക്ക്, അതിൻ്റെ സെറിബ്രൽ വീനസ് ത്രോംബോസിസ് എന്നാണ് പറയുന്നത്. അങ്ങനെ തരം വീനസ് സ്ട്രോക്കുകൾ കൂടുതൽ സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് പുരുഷന്മാരിലാണ് സ്ട്രോക്ക് വരുന്നത്. വിരളമായി സ്ത്രീകളിലും കൂടുതലായിട്ട് വരുന്ന സ്ട്രോക്കുകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ സ്ട്രോക്ക് വരുമ്പോൾ ചില അസുഖങ്ങൾക്കൊക്കെ ഓരോ ലക്ഷണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ സ്ട്രോക്ക് വരുമ്പോഴും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമോ? നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുമോ? അതെ, സ്ട്രോക്ക് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രത്യേക കോഡുകളുണ്ട്. ഒന്ന് നമ്മുടെ FAST എന്ന് പറയുന്നത്, FAST, അതായത് F എന്ന് പറയുന്നത് ഫേസ്, മുഖം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ രോഗികളൊക്കെ കാണുമ്പോൾ മുഖം ഒരു വശത്തേക്ക് ഇങ്ങനെ കോടിപ്പോകുന്ന പോലെ തോന്നുകയാണ്. 2, നമ്മൾ രോഗികളൊക്കെ കൈ ഉയർത്താൻ പറയുമ്പോൾ ഒരു കൈ ഉയർത്താൻ പറ്റുന്നില്ല, കൈ താഴോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ കൈ മുകളിലോട്ട് ഉയർത്താനേ പറ്റുന്നില്ല, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ. 3, നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തത കുറവ്, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ട്രോക്കിന് ഹിൻഡ് തരുന്നത്. അപ്പം 1 സംസാരത്തിൻ്റെ കുഴച്ചിൽ, 2 ചെറിയൊരു വശത്തേക്ക് കോടൽ, 3 കൈക്കോ കാലിനോ ഒരു വശത്തുള്ള ബലക്കുറവ്. ഈ ലക്ഷണങ്ങൾ പല കോമ്പിനേഷനിൽ വരികയാണെങ്കിൽ നമുക്കിത് സ്ട്രോക്കിൻ്റെ ആദ്യ ലക്ഷണങ്ങളായി നമുക്ക് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അവർ അതിനുള്ള ചികിത്സ തേടേണ്ടതാണ്. വളരെ ചില രോഗികളിൽ, ഉദാഹരണത്തിന് തലച്ചോറിൻ്റെ പുറകു ഭാഗത്ത് വരുന്ന സ്ട്രോക്കുകളിൽ ചിലപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ കാഴ്ചയ്ക്കുള്ളൊരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും വരിക. ഒരു വസ്തുവിനെ 2ആയിട്ട് കാണുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ ബാലൻസ് കിട്ടാതെ ഒരു വശത്തേക്ക് മറിഞ്ഞു പോവുക. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളും വളരെ വിരളമായി സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായി കാണാറുണ്ട്. എങ്കിൽ പോലും ചെറി കോടുക, ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വരിക, സംസാരത്തിന് കുഴച്ചിൽ വരിക, ഈ ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാവുകയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. സ്ട്രോക്കിൻ്റെ ചികിത്സ എത്രയും പെട്ടെന്ന് തേടേണ്ടതാണ്. സ്ട്രോക്ക് വന്നാൽ നമ്മൾ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സമയം വൈകിപ്പിക്കാതെ തന്നെ നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാകും, പ്രാഥമികമായ കാര്യങ്ങളുണ്ടാകും. അതെന്തൊക്കെയാണ്? സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് അത് സ്ട്രോക്കിൻ്റെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സംശയം തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ സ്ട്രോക്ക് എന്ന അസുഖത്തിന് അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സകളൊന്നുമില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഒരു നെഞ്ചുവേദന വന്നാൽ ചില നമുക്കൊരു നെക്കിനടിയിലിടുന്ന സോർബിട്രേറ്റ് ഗുളിക പോലെ ഈ സ്ട്രോക്ക് എന്ന അസുഖത്തിൻ്റെ ഫസ്റ്റ് എയ്ഡോ പെട്ടെന്ന് കൊടുക്കുന്ന ചികിത്സയിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്ത് ആശുപത്രിയിലാണ്, ഏത് തരം ആശുപത്രിയിലേക്കാണ് നമ്മൾ രോഗിയെ കൊണ്ടുപോകേണ്ടതെന്നുള്ളത്.
അത് സ്ട്രോക്കിൻ്റെ അടിയന്തര ചികിത്സ ലഭ്യമായ ഹോസ്പിറ്റൽസിനെ പൊതുവേ നമ്മൾ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. സ്ട്രോക്ക് ചികിത്സയ്ക്ക് റെഡിയായ ആശുപത്രികൾ. അപ്പോൾ അവിടെ വേണ്ട മിനിമം 3 കാര്യങ്ങളാണ്. ഒന്ന്, അങ്ങനെയുള്ള ആശുപത്രികളിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി ഉണ്ടായിരിക്കണം. എമർജൻസി സർവീസസ് അവൈലബിൾ ആയിട്ടുള്ള കാഷ്വാലിറ്റി സർവീസസ് ഉള്ള ഒരു ആശുപത്രി ആയിരിക്കണം. അതൊന്ന്. 2, ഈ ഹോസ്പിറ്റലിൽ 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. കാരണം എന്ത് തരം സ്ട്രോക്കാണ്, എവിടെയാണ് സ്ട്രോക്ക് വന്നിരിക്കുന്നത് എല്ലാം അറിയുന്നത് ഏറ്റവും CT സ്കാൻ എന്നൊരു അല്ലെങ്കിൽ MRI സ്കാൻ എന്നൊരു ടെസ്റ്റ് വഴിയാണ്. അപ്പോൾ ഈ ആശുപത്രികളിൽ CT സ്കാൻ ഇല്ലാത്ത ഒരു ആശുപത്രിയിലേക്കാണ് നമ്മൾ രോഗിയെ കൊണ്ടുപോകുന്നതെങ്കിൽ വെറുതെ നമ്മൾ രോഗിക്കുള്ള സമയം കളയുകയാണ്. കാരണം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും സ്ട്രോക്കിൽ ഒരു രോഗിയുടെ തലച്ചോറിൽ ഏതാണ്ട് 1 ദശലക്ഷം 10 ലക്ഷം ന്യൂറോൺസാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ CT അവൈലബിൾ ആയിട്ടല്ലാത്ത ഒരു ആശുപത്രിയിലേക്കാണ് രോഗി ആദ്യം കൊണ്ടുപോകുന്നതെങ്കിൽ അവിടുന്ന് പിന്നെ CT ഉള്ളൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുമ്പോൾ വെറുതെ നമ്മൾ ആ രോഗിക്കുള്ള വിലപ്പെട്ട സമയമാണ് വേസ്റ്റ് ആക്കുന്നത്. 3, ഈ ആശുപത്രികളിൽ സ്ട്രോക്കിൻ്റെ അടിയന്തര ചികിത്സയായ IV ത്രോംബോളിസിസ് അവൈലബിൾ ആയിരിക്കണം. അത് 24 മണിക്കൂറും അവൈലബിൾ ആയിരിക്കണം. അപ്പം ഈ 3 കാര്യങ്ങൾ, ഒന്ന് അടിയന്തര സർവീസസ് എമർജൻസി കാഷ്വാലിറ്റി സർവീസസ് ഉള്ള ആശുപത്രി ആയിരിക്കണം. 2, സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി CT ഉള്ള ഒരു ഹോസ്പിറ്റലായിരിക്കണം. 3, രക്തക്കട്ട അരിയിച്ച് കളയാനുള്ള മരുന്ന് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രി ആയിരിക്കണം. ഈ ആശുപത്രികളിലേക്കാണ് രോഗിയെ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്തുള്ള ഈ ആശുപത്രികൾ ഏതൊക്കെയാണ് സ്ട്രോക്ക് റെഡി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം സ്ട്രോക്ക് പെട്ടെന്നായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചികിത്സകളില്ലാത്തൊരു ആശുപത്രിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ വെറുതെ നമ്മൾ സമയം കളയുകയാണ്. സമയം കളയുന്നതനുസരിച്ച് തലച്ചോറിൻ്റെ ഡാമേജ് കൂടി വരും. നമുക്ക് പേഷ്യൻറ്റിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ബുദ്ധിമുട്ടായിരിക്കും. ഡോക്ടർ, അപ്പോൾ ഈ ഒരു സ്ട്രോക്ക് വരുമ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട് എന്നത്. അപ്പോൾ ആ ചികിത്സാ രീതികളെ പറ്റിയും അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഈ സ്ട്രോക്ക് പ്രധാനമായി 2 രീതിയിലാണ് സ്ട്രോക്കുകൾ കാണപ്പെടുന്നത്. ഒന്ന്, തലച്ചോറിലേക്കുള്ള രക്തയോട്ട കുറവ് കൊണ്ടുള്ള തലച്ചോറിൽ ക്ലോട്ട് വന്ന് രക്തക്കുഴൽ ബ്ലോക്ക് ചെയ്യുകയും അതിന് ശേഷമുള്ള ഭാഗത്ത് രക്തയോട്ടം കിട്ടാതാവുമ്പോൾ അവിടെയുള്ള പോഷണങ്ങൾ ഓക്സിജൻ തുടങ്ങിയവ കിട്ടാതാവുകയും അത് രോഗിക്ക് അതിൻ്റെ ലക്ഷണങ്ങളായി വരികയും കഴിയും. ചിലപ്പോൾ അത് ഒരു വശത്ത് ബലക്കുറവാകും, സംസാരശേഷിയുടെ പ്രോബ്ലങ്ങളാകും. രണ്ടാമത്തെ തരം സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് BP കൂടുകയും തലച്ചോറിനകത്തൊരു ചെറിയ രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടായി ആ ബ്ലീഡിംഗ് കാരണം രോഗിക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ തരം സ്ട്രോക്ക്, അതായത് രക്തയോട്ട കുറവ് കൊണ്ടുണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന സ്ട്രോക്കുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിനകത്ത് രക്തക്കുഴലിൽ ഒരു ക്ലോട്ട് വന്ന് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് സ്ട്രോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ക്ലോട്ട് അല്ലെങ്കിൽ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള പല ചികിത്സാ രീതികളുണ്ട്. അതിൽ ഒന്നാമത്തെ ചികിത്സാ രീതി ഈ നമ്മൾ രക്തക്കുഴലുകൾ വഴി വെയിനുകൾ വഴി ഒരു മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് ആ മരുന്ന് ആ ക്ലോട്ടിൻ്റെ അവിടെ പോയി ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുന്ന ചികിത്സാ രീതിയാണ്. അതിനെയാണ് IV ത്രോംബോളിസിസ് ഇൻട്രാവീനസ് ത്രോംബോളിസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ മരുന്ന് രോഗിയുടെ ലക്ഷണങ്ങൾ കണ്ട് 4.5 മണിക്കൂറിനുള്ളിലാണ് ഈ രോഗിക്ക് ഈ മരുന്ന് നൽകേണ്ടത്. അപ്പം സമയം വളരെ വിലപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ 2:30ക്കാണ് ഒരു രോഗിക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ 2:30 4:30 നമ്മൾ കൂട്ടുമ്പോൾ 7 മണി 8 മാക്സിമം പോയാൽ 7 മണി വരെയാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കാനുള്ള സമയമുള്ളത്. അപ്പോൾ 7 മണിക്ക് മുമ്പ് രോഗി ഈ സ്ട്രോക്ക് റെഡി ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പം ഈ രക്തമലിയിച്ച് കളയുന്ന ചികിത്സയ്ക്ക് നമ്മൾ സാധാരണ 2 മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്, ആൾട്ടിപ്ലേസ്, ടെനറ്റിപ്ലേസ്. ഇതിൽ സർക്കാർ ആശുപത്രികളിലെല്ലാം ആൾട്ടിപ്ലേസ് ഫ്രീ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനറൽ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിലെല്ലാം ഈ ആൾട്ടിപ്ലേസ് മരുന്ന് സർക്കാർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ രോഗിക്ക് ഈ വിൻഡോ പീരീഡിനുള്ളിലാണ് വരുന്നത്. 4.5 മണിക്കൂറിൽ രോഗലക്ഷണം കണ്ട് 4.5 മണിക്കൂറിനുള്ളിലാണ് രോഗി ഈ ആശുപത്രിയിലേക്ക് ചെല്ലുന്നതെങ്കിൽ അവിടെ രോഗിക്ക് ഈ മരുന്ന് നൽകുകയും ഈ മരുന്ന് തലച്ചോറിനകത്ത് ക്ലോട്ടുള്ള ഭാഗത്ത് പോയി ആ ക്ലോട്ട് അലിയിച്ച് കളയുകയും രക്തചംക്രമണം തിരിച്ചു വരികയും ആ ബ്രെയിൻ ഡാമേജ് വരുന്നത് കുറയ്ക്കുകയും രോഗി പെട്ടെന്ന് ബെറ്റർ ആവാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. ഇത് ഒന്നാമത്തെ ചികിത്സാ രീതിയാണ്, അതായത് ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള IV ത്രോംബോളിസിസ് ചികിത്സ. ചിലപ്പോൾ ഈ രക്തക്കട്ട വലിയ രക്തക്കുഴലുകളായിരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ട്രോക്കുകളിൽ ഈ വലിയ രക്തക്കുഴലുകളിൽ ക്ലോട്ടിരിക്കുന്ന സ്ട്രോക്കുകളിൽ ചിലപ്പോൾ നമ്മൾ ഈ അലിയിച്ച് കൊടുക്കാൻ മരുന്ന് പോയി അവിടുത്തെ ക്ലോട്ടിനെ അലിയിച്ച് കളയാൻ പറ്റാത്ത രീതിയിലുള്ള എമൗണ്ട് ഓഫ് ക്ലോട്ട് അവിടെ ഉണ്ടായിരിക്കാം. അത്രയും വലിയ ക്ലോട്ടായപ്പോൾ ചിലപ്പോൾ ഈ മരുന്നിന് പോയി അലിയിച്ച് കളയാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള അസുഖങ്ങൾ, അതായത് വലിയ രക്തക്കുഴലുകളിൽ ക്ലോട്ട് കൊണ്ട് സ്ട്രോക്ക് വന്ന രോഗികളെ
കാത്താബിലേക്ക് മാറ്റി അവരുടെ വലിയ രക്തക്കുഴലിലുള്ള ക്ലോട്ട് റിമൂവ് ചെയ്യുന്ന ചികിത്സാ രീതികളും ഇന്ന് ലഭ്യമാണ്. അതിനെ മെക്കാനിക്കൽ ത്രോംബക്ടമി എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ഈ രക്തയോട്ടക്കുറവ് കൊണ്ടുള്ള സ്ട്രോക്കിൻ്റെ അടിയന്തര ചികിത്സകളെ പ്രധാനമായി നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് IV ത്രോംബോളിസിസ്, അതായത് വെയിൻ വഴി കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ചികിത്സയാണ്. 4.5 മണിക്കൂറിനുള്ളിലാണ് ആ മരുന്ന് നൽകേണ്ടത്. അപ്പോൾ ലക്ഷണം കണ്ട് 4.5 മണിക്കൂറിനുള്ളിലാണ് രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ആ മരുന്ന് നൽകേണ്ടത്. രണ്ടാമത്തെ തരം ചികിത്സ മെക്കാനിക്കൽ ത്രോംബക്ടമി, അല്ലെങ്കിൽ വലിയ രക്തക്കുഴലുകളിൽ ക്ലോട്ട് വന്ന് ബ്ലോക്കായി ആ ക്ലോട്ട് എടുത്തു മാറ്റാൻ വേണ്ടി നടത്തുന്ന കാത്ത് ലാബ് ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുന്നത്. ഈ രണ്ട് ചികിത്സകളാണ് പ്രധാനമായും അടിയന്തര ചികിത്സകളായി സ്ട്രോക്കിൽ പറയപ്പെടുന്നത്. ശരി ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കാഞ്ഞങ്ങാട് നിന്ന് മധു ആണ്. മധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ഈ ബ്രെയിനിൽ സെല്ല് നശിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ ബ്രെയിനിൽ സെല്ല് നശിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഫിസിയോതെറാപ്പി കൊണ്ട് ഈ സെല്ല് രണ്ടാമത് പുനർജീവിക്കുന്നുണ്ടോ? അതെ, ഈ സ്ട്രോക്കിൻ്റെ ഇപ്പം നമ്മൾ സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പം ഒന്ന്, ഈ സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അടിയന്തര ചികിത്സ നൽകുന്ന താമസം വന്നു കഴിഞ്ഞാൽ ഡാമേജ് ചിലപ്പോൾ ഓൾറെഡി തലച്ചോറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ വന്നു കഴിഞ്ഞ ഡാമേജിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള മരുന്നുകൾ ഇല്ല. അപ്പോൾ അതിനാണ് ഈ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടത്. അതായത് തലച്ചോറിൻ്റെ ഡാമേജായ ഭാഗത്തിൻ്റെ ജോലികൾ തലച്ചോറിൻ്റെ മറ്റുള്ള ഭാഗങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ പുനരധിവാസത്തിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അവിടെ നഷ്ടപ്പെട്ട തലച്ചോറിൻ്റെ സെല്ലുകൾ തിരിച്ചു വരികയല്ല ചെയ്യുന്നത്, നമ്മൾ ആ ഡാമേജായ തലച്ചോറിൻ്റെ ഭാഗം ചെയ്തിരുന്ന ജോലികളെ വേറെ ഭാഗങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായി രോഗിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആ പ്രക്രിയയാണ് നമ്മൾ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അത് വളരെ അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ടതാണ്. സാധാരണ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പുനരധിവാസം പ്ലാൻ ചെയ്യേണ്ടതാണ്. ചില പ്രത്യേക രോഗികളിൽ മാത്രം ഞങ്ങളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഈ പുനരധിവാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. പുനരധിവാസം വളരെ നിർബന്ധമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3 മുതൽ 6 മാസമാണ് ഒരു സ്ട്രോക്ക് വന്ന രോഗികൾ മാക്സിമമായി റിക്കവറി വരിക. ആ സമയത്ത് ഈ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി വളരെ കൃത്യമായി ആദ്യത്തെ 3 മുതൽ 6 മാസം ചെയ്തു കഴിഞ്ഞാൽ രോഗിക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ്. ഡോക്ടർ, നമ്മൾ പല ഈ ഒരു അസുഖത്തിൻ്റെ ചികിത്സാ രീതികളെ പറ്റി പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമുക്കിത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? മാത്രമല്ല, ഇത്രത്തോളം പഴയ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും ചികിത്സാ രീതിക്ക് ശേഷം? സ്ട്രോക്കിൻ്റെ ചികിത്സാ രീതി നമ്മളൊരു 10 വർഷം മുമ്പ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെ മുമ്പോട്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ IV ത്രോംബോളിസിസ് ചികിത്സ, അത് 1995 മുതൽ നിലവിലുണ്ടെങ്കിലും ഈ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ടാണ് അത് കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പോൾ ഈ ക്ലോട്ട് ചികിത്സ എടുത്തു മാറ്റുന്ന ചികിത്സ 2015 ആദ്യമായി വന്നത്. അത് 2018 ശേഷമാണ് കാര്യമായി നമ്പർ കൂടി വരുന്നത്. അപ്പോൾ ഈ നൂതനമായ ചികിത്സാ രീതികൾ എത്രയും രോഗികൾക്ക് കിട്ടുന്നുവോ അത്രയും അവരുടെ തിരിച്ചു വരാനുള്ള പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂട്ടും. ഉദാഹരണം, നമ്മൾ 100 പേർക്ക് ഈ ചികിത്സ ചെയ്താൽ അവരിലൊരു 50 തൊട്ട് 70% ആൾക്കാർ പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഈ ചികിത്സ ചെയ്തില്ലെങ്കിൽ ആ നമ്പർ ചിലപ്പോൾ 30% ആൾക്കാരായിരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതെങ്കിൽ ഈ ചികിത്സ ചെയ്യുന്ന രോഗികൾ ഒരു 50 മുതൽ 60-70% വരെ ആൾക്കാർ പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ അടിയന്തര ചികിത്സകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം അത് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ജീവിതത്തിലേക്ക് പഴയ പോലെ വൈകല്യങ്ങൾ കുറഞ്ഞ് മരണനിരക്ക് കുറഞ്ഞ് പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2, ഈ രോഗം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അടിയന്തര ചികിത്സ ചെയ്താലും അതിൽ ചെറിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 തൊട്ട് 40% ആൾക്കാർക്ക് വൈകല്യങ്ങൾ കാണും. അവർക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള രോഗികളിലാണ് ഈ ന്യൂറോ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. അവർക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാറുണ്ട്. ഈ എത്രത്തോളം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളത് അവരുടെ ആ സ്ട്രോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പല കാര്യങ്ങളനുസരിച്ചായിരിക്കും ഇരിക്കുന്നതെങ്കിലും ഫിസിയോതെറാപ്പിയും ന്യൂറോ റീഹാബിലിറ്റേഷനും വഴി നല്ലൊരു ശതമാനം ആൾക്കാർക്ക് പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. ഡോക്ടർ, നമ്മോടൊപ്പം ആലപ്പുഴയിൽ നിന്ന് എബ്രഹാം ചേരുന്നുണ്ട്. എബ്രഹാം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ തലവടി ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞാട്ടെ സർ, കേൾക്കാം പറഞ്ഞാട്ടെ. എനിക്ക് 2018 ഒരു ബൈപ്പാസ് സർജറി ചെയ്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് മാർച്ചില് എനിക്ക് സ്ട്രോക്ക് വന്നു. ഐ വാസ് ഫെൽ ഡൗൺ.
ഞാൻ പരുമല ആശുപത്രിയിൽ പോയി. അവിടുന്ന് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു. സംഭവം ഓക്കെ ആയിരിക്കാണ് ഇപ്പം. എന്നാലും ഞാനിപ്പോ എന്തെങ്കിലും തിങ്ക് ചെയ്യുവാണെങ്കിൽ, എന്തെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്റെ തലയ്ക്കകത്തൊരു പെരുപ്പ് പോലെ സംതിങ് അനുഭവപ്പെടുന്നുണ്ട്. അത് എപ്പോഴും ഈ പെരുപ്പുണ്ടോ സാർ, അതോ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ? ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ തിങ്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ഈ സാറിന്റെ BP എല്ലാം കൺട്രോൾഡ് ആണോ? ഇപ്പൊ കൺട്രോളാണ്. BP വാസ് ഹൈ, ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ മെഡിസിന്. ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പെരുപ്പുകൾ ചിലപ്പോൾ BP ഫ്ലക്ച്വേഷൻ കാരണമാകാം. BP കൺട്രോൾഡ് ആണ് എങ്കിൽ ഈ പെരുപ്പ് എന്ന് പറയുന്നത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. തലയുടെ പെരുപ്പ് വളരെ സാധ്യത കുറവാണ്. എങ്കിലും BP കൺട്രോൾഡ് ആണെങ്കിൽ അത് പേടിക്കാനില്ലായിരിക്കാം. സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്ന പരുമലയല്ലേ സാർ കാണിക്കുന്നത്? പരുമല ഇനി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരിക്കൽ ഒന്നുകൂടി ഇത് പറഞ്ഞാൽ അതിനുള്ള മരുന്നുകൾ ഡോക്ടർ തരും. ഇത് അപകടമുള്ള ലക്ഷണമായി തോന്നുന്നില്ല. പരുമല. ശരി, പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷകൻ തന്നെ പറഞ്ഞു ആൾക്ക് മുന്നേ സ്ട്രോക്ക് വന്നിരുന്നു എന്നത്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു തവണ സ്ട്രോക്ക് വന്ന ഒരാൾക്ക് പിന്നെ ചികിത്സിച്ച ശേഷം പിന്നീട് സ്ട്രോക്ക് വരാനുള്ളൊരു സാഹചര്യമുണ്ടോ, സാധ്യതയുണ്ടോ? ഈ ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്ന രോഗികളിൽ ഒരു 10 മുതൽ 15% രോഗികൾക്കും വീണ്ടും സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എല്ലാവർക്കും, അതായത് നമ്മൾ മരുന്ന് കഴിച്ചാൽ പോലും ഒരു 10% ആൾക്കാരിൽ വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് പലതരം കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നമ്മുടെ ആ റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവില്ല. 2, വേറെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ ഒന്ന്, നമ്മളിങ്ങനെയുള്ള ഒരു സ്ട്രോക്ക് വന്ന രോഗികൾക്ക് വീണ്ടും സ്ട്രോക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇവർ കറക്റ്റായി മരുന്നുകൾ കഴിക്കാറുണ്ടോ. 2, ഇവർ കറക്റ്റായി അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാറുണ്ടോ. 3, ഈ സ്ട്രോക്കിൻ്റെ കാരണമായി നമ്മൾ വിചാരിച്ചത് തന്നെ ആണോ ശരിക്കും സ്ട്രോക്കിന് കാരണം, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ. അപ്പം 90% ആൾക്കാർക്ക് വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവർ ജീവിതകാലം അവർ മുഴുവൻ മരുന്ന്, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടാവാം. BPയുടെയും ഷുഗറും നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. 10% ആൾക്കാർക്ക് വീണ്ടും സ്ട്രോക്ക് വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന രോഗികൾ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിനനുസരിച്ചായ മരുന്നുകളിൽ വ്യത്യാസം വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഡോക്ടർ, ഇപ്പോൾ മിനി സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? മിനി സ്ട്രോക്ക് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയുന്നത് TIA എന്നും നമ്മൾ വിളിക്കും. അപ്പോൾ ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടക്കുറവ് വന്നു, കുറച്ച് സെക്കൻഡുകളിൽ നിന്ന് ആ രക്തയോട്ടക്കുറവ് അങ്ങ് മാറി. അപ്പോൾ രോഗിക്ക് ലക്ഷണങ്ങൾ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, ചിറി കൂടി, കൈ ഒന്ന് ബലക്കുറവ് പോലെ തോന്നി, ഒരു അരമണിക്കൂർ കൊണ്ട് അതങ്ങ് ശരിയായി. അപ്പോൾ അങ്ങനെ വരുന്ന സ്ട്രോക്കുകളെയാണ് നമ്മൾ TIA അല്ലെങ്കിൽ മിനി സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രോക്കുകളുടെ ഞങ്ങൾ പറയുന്നത് എപ്പോഴും ഒരു മുഴുവൻ സ്ട്രോക്ക് വരുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ TIA രോഗികളെയും നമ്മൾ ചികിത്സിക്കുന്നത്. കാരണം TIA രോഗികൾക്ക് സ്ട്രോക്ക് വന്നിട്ടില്ല, അവർക്ക് വരുന്നതിൻ്റെ ഒരു സൂചന മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള രോഗികളെ നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ എഫക്റ്റീവാണ്. അവർക്ക് ഓൾറെഡി വൈകല്യങ്ങളില്ല, അവർക്ക് ചെറിയൊരു ലക്ഷണം മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രോഗികളെ എത്രയും പെട്ടെന്ന് അത്യാവശ്യം വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് അവരുടെ ചികിത്സ ആരംഭിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു സൂചന മാത്രമാണ്. ആ സൂചന കണ്ട് നമ്മൾ നടപടിയെടുത്തില്ലെങ്കിൽ ഒരു മേജർ സ്ട്രോക്കിലേക്ക് പേഷ്യൻ്റ് പോയേക്കാം. ഡോക്ടർ, നമ്മോടൊപ്പം ആലത്തൂരിൽ നിന്ന് അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അനന്തകൃഷ്ണൻ, ചോദിച്ചോളൂ. ഡോക്ടറെ പറഞ്ഞോളൂ, കേൾക്കാം പറഞ്ഞോളൂ. 2013 സ്ട്രോക്ക് വന്നു. ഓക്കെ. ശരീരം മുഴുവൻ ഒന്നും പറ്റാത്ത കണ്ടീഷനായിരുന്നു. ഓക്കെ. അത് ചികിത്സിച്ചപ്പോൾ എല്ലാം ക്ലിയറായി. എഴുതാനും വായിക്കാനും മറ്റു കാര്യങ്ങളും കണ്ണിനും എല്ലാം ശരിയായി. ഇപ്പോൾ ഒരു കാല് പോലെ വലത്തെ കാല് മാത്രം ബുദ്ധിമുട്ടിക്കുന്നു. നടക്കുമ്പോൾ ചെറിയ ഏന്തലുണ്ട് അല്ലേ? നടക്കാനേ പറ്റില്ല, വലത്തെ കാല് മാത്രം. കാറൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നടക്കാൻ വലിയ വിഷമം. 2013 സാറിന് സ്ട്രോക്ക് വന്നത്? അതെ അതെ അതെ. ഇപ്പോൾ ഒരു 12 വർഷമായിട്ടുണ്ടല്ലേ? അതെ. സാധാരണ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള പ്രധാന റിക്കവറികളെല്ലാം ആദ്യത്തെ ഒരു 6 മാസം 1 വർഷമാണ് മാക്സിമം റിക്കവറി ഉണ്ടാവുക. പിന്നീടുള്ള റിക്കവറി എല്ലാം വളരെ ചെറിയ മൈനർ രീതിയിലുള്ള റിക്കവറി ആയിരിക്കും. എന്തായാലും ഫിസിയോതെറാപ്പി ചെയ്യണം. ഈ കാലിൻ്റെ ബുദ്ധിമുട്ട് ചെറിയ രീതിയിൽ ഉണ്ടാവും. ഇനിയും ചിലപ്പോൾ ചെറുതായി കുറഞ്ഞേക്കാമെങ്കിലും ആ ബുദ്ധിമുട്ട് കുറച്ച് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടേണ്ട. നമ്മൾ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുക, മരുന്ന് കൃത്യമായി കഴിക്കുക. ശരി, പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മുടെ ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. യുവജനങ്ങളിൽ ഇപ്പോൾ സ്ട്രോക്ക് കൂടി വരുന്നൊരു സാഹചര്യമാണ്. ഇതെങ്ങനെ തടയാം, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, ചികിത്സ എന്ത് എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത്.
നമ്മുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ദിലീപ് രാമചന്ദ്രനാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.